സാമ്പത്തിക പുരോഗതിക്കും ആരോഗ്യ പുരോഗതിക്കും ദാമ്പത്യ പുരോഗതിക്കും കുടുംബക്ഷേമത്തിനും വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് 99%. എൻ്റെ ശരീരമാണ് ക്ഷേത്രമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിദ്യാകേന്ദ്രമാണ് ക്ഷേത്രം. മന്ത്രം ജപിക്കാനുള്ളതല്ല സത്യത്തിൽ. മന്ത്രം ശ്രവിക്കാനുള്ളതാണ്, ചൊല്ലാനുള്ളതല്ല. അഖണ്ഡ നാമജപം എന്ന് പറഞ്ഞാൽ അവിടെ മൗന സാധനയാണ് ആൾക്കാർക്ക് വേണ്ടത്. ആദ്യം പ്രസാദം, അന്നപൂജ, പിന്നെ ജലാഭിഷേകം, ദീപാരാധന, ധൂപാരാധന, മന്ത്രോച്ചാരണം അല്ലെങ്കിൽ മണി. ഈ 5 തലങ്ങളിലൂടെ 5 രീതികളിലൂടെയാണ് ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം പരിരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താകണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ എന്താണോ നിങ്ങൾ മാറ്ററായി കാണുന്നത് അത് മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല, അതിൻ്റെ ഭാവം ഇതല്ല. ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും പാറ്റേൺ മാറിക്കളയും. സോ എവരിതിങ് ഈസ് മായ. ഗുരുജി, ഈ മന്ത്രജപങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ഈ ചെറുപ്പത്തിൽ ബാലഗോകുലത്തിൻ്റെ ക്ലാസ്സിന് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ കർമാവ് സാറ് കുറേ മന്ത്രങ്ങൾ, ബേസിക് ഗായത്രി മന്ത്രം പറഞ്ഞു തരും. ഇതൊക്കെ ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ മന്ത്രം ചൊല്ലണം. അപ്പോൾ പലയിടങ്ങളിൽ ചെല്ലുമ്പോഴും ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക. ഈ മന്ത്രജപങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ്? ജപത്തിന് മനസ്സിനെ ഏകീകരിക്കാനുള്ള ഒരു മീഡിയം എന്നതിനപ്പുറം വലുതായിട്ടൊന്നുമില്ല. പിന്നെ മന്ത്രം എല്ലാവരും പറയും ഓം ഹ്രീം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മന്ത്രം എന്ന് എത്ര പേർക്കറിയാം? അത് വിശദീകരിക്കുകയോ അല്ലെങ്കിൽ തന്നെ വിശകലനം ചെയ്യുന്നില്ല. ഓക്കെ. യഥാർത്ഥത്തിൽ ഇത് ക്വാണ്ടം ഫിസിക്സാണ് മന്ത്രം. അതിനർത്ഥം മനനാത് ത്രായതേ ഇതി മന്ത്ര എന്നാണ് എക്സ്പ്ലനേഷൻ. മനനം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ നിരീക്ഷണം എന്നാണ്. ഈ മനനം ചെയ്യുന്ന ജന്തുവിനെയാണ് മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുക എന്ന പ്രക്രിയയാണ് മനനം എന്ന് പറയുന്നത്. പക്ഷേ എന്തിനെ നിരീക്ഷിച്ചാലും ആ നിരീക്ഷണ ശക്തി, മനഃശക്തി അതിൽ പതിയുമ്പോൾ അതിൻ്റെ പാറ്റേൺ മാറും. ഇത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. പക്ഷേ ഇപ്പോൾ മോഡേൺ സയൻസ് ക്വാണ്ടം ഫിസിക്സ് ഡിക്ലെയർ ചെയ്തു ദ ഹോൾ വേൾഡ് ഈസ് ഫണ്ടമെൻ്റലി എ വേവ്. ആ വേവിൽ നിന്ന് പിന്നെ വേവ് കണ്ടൻസ് ചെയ്യുമ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് പാർട്ടിക്കിളാവും. വേവിക്കിൾസ്, പാർട്ടിക്കിൾസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഒന്നിനും സ്ഥിരമായൊരു ഭാവമില്ല. അപ്പോൾ ഈ കോസ്മിക് ഓഷനിലെ ഒരു പ്രൊജക്ഷനാണ് ഒരു യൂണിവേഴ്സ്. അപ്പോൾ തിരകൾക്ക് ഈ കടലിൽ എത്ര സ്ഥാനമുണ്ട്? ഇത് അപാരമായൊരു ശാസ്ത്രമാണത്. അപ്പോൾ ഇവിടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഏതെങ്കിലും വസ്തുവിലേക്ക് ഉറപ്പിച്ചാൽ ആ വസ്തുവിൻ്റെ പ്രകൃതിയിലുള്ള ഭാവം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം താങ്കളുടെ മുന്നിൽ വെച്ചാൽ ഇത് വെള്ളമാണെന്നല്ലേ പറയുക? സൂക്ഷിച്ച് നോക്കിയിട്ട് ശാസ്ത്രബുദ്ധിയാൽ ഇത് വെള്ളമാണെന്ന് പറയാൻ പറ്റും? ചിന്തിച്ചു നോക്ക്. നിരീക്ഷണ ബുദ്ധിയോടെ നോക്ക്, അത് വെള്ളമാണോ? അതിനെയാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന H2O എന്ന് നമ്മൾ വിളിക്കുന്നത്, ഇല്ലേ? അപ്പോൾ H2O എന്ന ആശയം മനസ്സിൽ വന്നപ്പോൾ അത് വെള്ളമാണ്. അവിടെ വെള്ളത്തിൻ്റെ ഐഡൻറ്റിറ്റി പോയി. അവിടെ മനസ്സിൽ 2 ഗ്യാസ് തെളിഞ്ഞു വന്നു. അവിടെ ഹൈഡ്രജനും ഓക്സിജനുമായി. ഈ ഹൈഡ്രജൻ്റെ പ്രത്യേകത അന്തരീക്ഷവായുമായിട്ട് സ്പർശനത്തിൽ വന്നു കഴിഞ്ഞാൽ തീ പിടിക്കും, കമ്പസ്റ്റബിളാണ്. ഓക്സിജൻ എവിടെ തീ ഉണ്ടെങ്കിലും അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യും. സോ രണ്ടും തീയാണ് ഫണ്ടമെൻ്റലി. അപ്പോൾ ആ നിരീക്ഷണ ബുദ്ധിയിൽ നോക്കിയപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും പോയി, ത്രാണനം ചെയ്യപ്പെട്ടു, ഇല്ലാതായി, അഗ്നിയായി. അഗ്നിയെ സൂക്ഷിച്ച് നോക്കിയപ്പോഴോ അത് ശബ്ദ തന്മാത്രകളുടെ ഏകീകരണമാണ് ചൂടും വെളിച്ചവും. ലേസർ ബീംസ് കണ്ടിട്ടില്ലേ? ശരിക്കും പ്രകാശം കണ്ടൻസ് ചെയ്യുമ്പോഴാണ് ലേസറായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കണ്ടൻസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കണ്ടൻസേഷൻ മാറുമ്പോൾ അതിൻ്റെ അവസ്ഥയും മാറും. ഇതുമാണ് ഇപ്പോൾ മോഡേൺ സയൻസിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെറിമെൻ്റ് എന്ന് പറഞ്ഞ് ക്വാണ്ടം ഫിസിക്സ്. അതായത് വേവ്സിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ 2-3 സ്ലിറ്റുകളിലൂടെ ഇവർ കടത്തി വിട്ടിട്ട് ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ ഇമേജ് പതിയുന്നത് നോക്കുമ്പോൾ അവിടെ തന്നെ ഇതിൻ്റെ പാറ്റേൺ മാറുകയാണ്. ഓക്കെ. എന്നിട്ട് ഇതെന്തുകൊണ്ട് മാറുമെന്ന് അറിയാൻ അതിന് ക്യാമറ വെച്ച് ഒബ്സർവ് ചെയ്യാൻ നോക്കുമ്പോൾ, ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും പാറ്റേൺ മാറിക്കളയുന്നു. സോ എവരിതിങ് ഈസ് മായ, എവരിതിങ് ഈസ് എൻ ഇല്യൂഷൻ. ഇതല്ലേ ഇവിടെ പറഞ്ഞത് ബ്രഹ്മസത്യം
ജഗത് മിഥ്യ. ഇവിടെ എന്താണോ നിങ്ങൾ മാറ്ററായി കാണുന്നത് അത് മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല, അതിൻ്റെ ഭാവം ഇതല്ല, സത്യം അതല്ല എന്നാണ്. അപ്പോൾ ഈ അൾട്രാ മോഡേൺ സയൻസിനെയാണ് ഗുരുക്കന്മാർ ഏൻഷ്യൻ സയൻസിൽ അത് കണ്ടെത്തിയിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതെന്ന് ഒരു ചെറിയ അഭ്യാസത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചത്. ശബ്ദ തരംഗങ്ങൾക്ക് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മാറ്റാനുള്ള കഴിവുണ്ട്. അതിനെയാണ് മ്യൂസിക് തെറാപ്പിയായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംഗീതത്തിൽ പല രാഗങ്ങൾ, പല ശബ്ദ വ്യതിയാനങ്ങൾ തലച്ചോറിൻ്റെ റിസപ്റ്റേഴ്സിനെയും മോഡുലേറ്റേഴ്സിനെയും സ്വാധീനിക്കും. സൗണ്ട് ഹീലിംഗ് ഒക്കെ ഒരുപാട്. യെസ്, അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇവിടെ ഒരു ട്യൂമർ വളർന്നു എന്ന് വയ്ക്കും. എങ്ങനെയോ വന്നു, ഞാനതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, എൻ്റെ ശ്രദ്ധ ഒരു പരിധിക്കപ്പുറം അതിലേക്ക് പതിഞ്ഞാൽ ഈ പാറ്റേൺ, സെൽഫ് പാറ്റേൺ മാറിയേ മാറും. അതാണ് ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ആ ട്യൂമർ സെൽസ് മാറിയാൽ പിന്നെ അവിടെ ട്യൂമറുണ്ടോ? ഇതാണ് മന്ത്രശക്തി. അപ്പോൾ ഈ തലത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോയാൽ മനോമയമിതം സർവം, എവറിതിങ് ഈസ് യുവർ മൈൻഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താകണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു പരിമിതി ഉണ്ടെങ്കിൽ അതിനെ ത്രാണനം ചെയ്യാൻ ഒരു ശബ്ദവീചി ഉപയോഗിച്ചാൽ അതിനെയാണ് മന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ആൾക്കാരെന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ട് അതിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ സിദ്ധി വരും. യഥാർത്ഥത്തിൽ അങ്ങനെ ജപിച്ച് സിദ്ധി നേടിയ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സത്യം ചോദിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അവകാശവാദങ്ങൾ ഒരുപാടുണ്ടാകാം. ഒരു ചോദ്യം, ആസ് എ പേഴ്സൺ, വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കത് പ്രയോജനമുണ്ടോ ഇല്ലയോ? ഉണ്ടാകണമെങ്കിൽ നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ, മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ്. അത് വ്യക്തമായി അറിയണം. മന്ത്രം ജപിക്കാനുള്ളതല്ല സത്യത്തിൽ, ഉറക്ക ചൊല്ലാനുള്ളതാണ്. അയ്യോ, അതുമല്ല. മന്ത്രത്തിന് ജപത്തിന് 3 തലങ്ങളുണ്ട്: അധമം, മധ്യമം, ഉത്തമം. ഈ ഉറക്ക ചൊല്ലുന്നത് അധമമാണ്. പിന്നെ ഉപാംശു എന്ന് പറയും, വെറുതെ ഒന്ന് മനസ്സിനെ ഏകാഗ്രമാക്കാൻ, ശ്രദ്ധിക്കാൻ വേണ്ടി, അവനവന് കേൾക്കാൻ വേണ്ടി ജപിക്കുന്ന, പിറുപിറുക്കുന്ന രീതിയിൽ പറയുന്നതാണ് മധ്യമം അഥവാ ഉപാംശു. ഉത്തമം ഏതാ? നിശബ്ദത. അപ്പം മന്ത്രം ശ്രവിക്കാനുള്ളതാണ്, ചൊല്ലാനുള്ളതല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രവിക്കാനുള്ളതാണ്. അതായത് പണ്ട് അഖണ്ഡ നാമജപം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഉച്ചത്തിൽ ചൊല്ലിയാലല്ലേ നമുക്ക് ശ്രവിക്കാൻ പറ്റുള്ളൂ. അതെ, ഉച്ചത്തിൽ ചൊല്ലുന്നത് അവന് പ്രയോജനം ഉണ്ടാവാനല്ല, കേൾക്കാനിരിക്കുന്നവന് പ്രയോജനം ഉണ്ടാവാനാണ്. അത് ഞാൻ ഈ ഉച്ചത്തിൽ ചൊല്ലാനുള്ളതാണെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ചില മേൽശാന്തിമാരൊക്കെ വരുമ്പോൾ അവർക്ക് നന്നായി മന്ത്രം അറിയാം, തെറ്റില്ലെന്ന് ഉറപ്പുള്ള ഒരു ഉച്ചത്തിൽ മന്ത്രം ചൊല്ലി പൂജ കഴിക്കും. എന്തിനാ? മറ്റുള്ളവർക്കൊക്കെ. അതായത് അല്ല, പക്ഷെ ഇത് അറിയാൻ വയ്യാത്ത ആളുകൾ എന്ത് ചെയ്യും? ഓം ശുക്ലാം വരദരം, പിന്നെ അത്രേ ഉള്ളൂ. ബാക്കി അതൊക്കെ നീട്ടി പിടിച്ച് അവസാനം സമർപ്പയാമി മാത്രമേ കേൾക്കുള്ളൂ. ഇതിൻ്റെ തത്വമെന്ന് പറഞ്ഞാൽ ഇത് ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് ജപിക്കാനുള്ളതല്ല. പണ്ട് നമ്മുടെ വിദ്യാഭ്യാസം 2 തലങ്ങളിലായിരുന്നു. ഒന്ന് ഭൗതിക വിദ്യാഭ്യാസവും, അത് ഗുരുകുലങ്ങളിലും; ഒന്ന് ആത്മീയ വിദ്യാഭ്യാസവും, അത് ക്ഷേത്രങ്ങളിലും. അപ്പോൾ സ്കൂളുകൾക്കുണ്ടായിരുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് ക്ഷേത്രങ്ങൾക്കും പൗരാണിക സംസ്കാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും അഖണ്ഡ നാമജപവും കിടാവിളക്കും ഉണ്ടായിരുന്നു. അതിനർത്ഥം വിളക്ക് കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ, എൻലൈറ്റൻമെൻറ്റ്, ആ പ്രകാശത്തിലേക്ക്, ആത്യന്തികമായിട്ടുള്ള സത്യത്തിലേക്ക് പോകാൻ. ഇരുട്ടിനെ അകറ്റുന്നത് എന്താണോ അതാണ് പ്രകാശം. പിന്നെ അഖണ്ഡ നാമജപം എന്ന് പറഞ്ഞാൽ അവിടെ മൗന സാധനയാണ് ആൾക്കാർക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് എൻ്റെ പേശികളെല്ലാം നിശ്ചലമാക്കണം, എന്നിട്ട് മനസ്സിനെ മറ്റ് വ്യാപാരങ്ങളിൽ നിന്നും തിരിച്ചു പിടിക്കണം, പ്രത്യാഹാരം എന്ന് പറയുന്ന യോഗം. അപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം ഇങ്ങനെ കൃത്യമായ ആ ഛന്ദസ്സോടുകൂടി, ഓരോ മന്ത്രത്തിനും ഒരു ഛന്ദസ്സുണ്ട്. അപ്പോൾ ഒരു താളക്രമത്തെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഛന്ദസ്സിൽ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഇരുന്ന് ചൊല്ലുന്നു, ഞാൻ വന്നിരുന്നത് കേൾക്കുന്നു, ഞാൻ ധ്യാനിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ആ ചൊല്ലുന്നത്. താങ്കൾ ക്ഷീണിക്കുമ്പോൾ താങ്കൾ മാറുന്നു, അടുത്തയാൾ വരുന്നു. അപ്പോൾ അവിടെ നാമജപം ഇടതടവില്ലാതെ അഖണ്ഡമായി നടക്കുകയും വരുന്നവരെല്ലാം ആ ശബ്ദവീചിയിൽ ലയിച്ചിരുന്ന് ധ്യാനിക്കുകയും ചെയ്യും. പിടികിട്ടുന്നുണ്ടോ? പണ്ട് നമുക്ക് ടേപ്പ് റെക്കോർഡർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് യെസ്, ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ ചെയ്തിരുന്ന പല ജോലികളും ഇപ്പോൾ യന്ത്രങ്ങളാണ് ചെയ്യുന്നത്, മെഷീനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ജപിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ ശബ്ദവും തരംഗങ്ങൾക്കും ഓരോ മോളിക്കുലാർ ചേഞ്ചസ് വരുത്താനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ജലത്തെ വച്ചിട്ട്
ഒരു ശബ്ദം അതിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടിരുന്നാൽ ആ ജലതന്മാത്രകൾ പ്രത്യേകിച്ച് പാറ്റേൺ പ്രാപിക്കും. ഈ പാറ്റേൺ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ, അതാണ് ഈ അമ്പലങ്ങളിൽ വച്ചിട്ട് ജപിച്ചത് ആ വെള്ളം തീർത്ഥമായി കുടിക്കുന്നത്. എന്താണെന്നറിയോ? ആ ശബ്ദ തന്മാത്രകൾ ഈ വെള്ളത്തിൽ പാറ്റേൺസ് ഉണ്ടാക്കും മന്ത്രജപത്തിൽ. ആ പാറ്റേൺസ് കലർന്ന വെള്ളം നാം കുടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരഭാഗമായി മാറുമ്പോൾ അത് ഊർജ സന്നിവേശം ഉണ്ടാക്കും. അതുപോലെ അവിടെ വച്ചിരിക്കുന്ന വിഗ്രഹത്തിൽ അതിലെ പഞ്ചഭൂതങ്ങളെയാണ് അതിൽ സ്ഥിരമായി സന്നിവേശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ആദ്യം പ്രസാദം, അന്നപൂജ, പിന്നെ ജലാഭിഷേകം, ദീപാരാധന, ധൂപാരാധന, മന്ത്രോച്ചാരണം അല്ലെങ്കിൽ മണി. ഈ 5 തലങ്ങളിലൂടെ 5 രീതികളിലൂടെയാണ് ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം പരിരക്ഷിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ പോലെ തന്നെ പ്രസാദ സമാനമായ ആഹാരം, തീർത്ഥ സമാനമായ വെള്ളം, ദീപാരാധന സമാനമായ വ്യായാമം, ധൂപാരാധന സമാനമായ പ്രാണായാമം, മന്ത്രോച്ചാരണ സമാനമായ മനനം, ധ്യാനം. ഇങ്ങനെ 5 തലത്തിലൂടെ. അതുകൊണ്ടാണ് ഗീത പറഞ്ഞത്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, നിൻ്റെ ശരീരമാണ് ക്ഷേത്രം. അപ്പോൾ എൻ്റെ ശരീരമാണ് ക്ഷേത്രമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിദ്യാകേന്ദ്രമാണ് ക്ഷേത്രം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോകണോ? വേണ്ട. 10ാം ക്ലാസ് വരെ ഉള്ള ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചു. നന്നായി പഠിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് ആ സ്കൂളിൽ പോകാൻ പറ്റില്ല, കാരണം ഞാൻ ജയിച്ചു. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ പോകുന്നവിടെ തല്ലി തകർക്കോ? ഇല്ലല്ലോ. ഞാനത് എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കും. അതാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ ഈ മന്ത്രം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ആശയമാണ്. അതുകൊണ്ടാണ് അവിടെ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചത്. വിശേഷേണ ഗ്രഹ്യതേ ഇതി വിഗ്രഹ. അതൊരു കല്ലോ പഞ്ചലോഹോ ആയിരിക്കും, പക്ഷെ അതിനകത്ത് വിശദമായ ഗ്രഹിക്കേണ്ട ഒരു ആശയത്തെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അത് ഗ്രഹിക്കാനാണ് നാം അവിടെ പോണത്. അപ്പോൾ അതൊരു ആത്മീയ വിദ്യാകേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ തലങ്ങളെ തരംഗരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് മന്ത്രങ്ങൾ. അത് വെറുതെ ചൊല്ലാനുള്ളതല്ല, അത് നമ്മുടെ നിശബ്ദ യോഗ ചിത്തവൃത്തി നിരോധക, സർവ്വ മനസ്സിനെയും ശരീരത്തെയും നിശ്ചലമാക്കാൻ സഹായിക്കുന്ന ഒരു ശബ്ദവീചിയാണ് അത് മന്ത്രം. അപ്പോൾ അതുകൊണ്ട് ജപിക്കുന്നത് മറ്റാർക്ക് വേണ്ടിയാണ്, അതല്ല നമ്മ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കത് മന്ത്രം കേൾക്കണമെങ്കിൽ പറയല്ല ചെയ്യേണ്ടത്, ടേപ്പ് റെക്കോർഡറിൽ അത് കേൾക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മന്ത്രങ്ങൾ പ്ലേ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ വലിയ ഉച്ചഭാഷണൊക്കെ വെച്ചിട്ട് തങ്കമയിലേറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളായി മാറി. അത് പണ്ട് യേശുദാസിന്റെ ചിത്രയുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ വേറൊരു സുഖത്തിൽ പോകാമായിരുന്നെങ്കിൽ ഇന്നത് റാപ്പ് പാട്ടുകളൊക്കെ ഇന്ന് ക്ഷേത്രങ്ങളിൽ കേൾക്കാൻ തുടങ്ങി. ഭക്തിഗാനം കഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ എണീക്കുന്ന 4 മണിക്കാക്കിയത്, എനിക്ക് ചുറ്റും 3 ക്ഷേത്രങ്ങളുണ്ട്. 5 മണിക്ക് മത്സരിച്ച് ഈ പാട്ട് കേൾക്കും. അതാ റിമി ടോമിയുടെ ഒരു പാട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ശല്യം ചെയ്യുന്നത്. ഈ എന്തോ ഒരു റാപ്പ് സ്റ്റൈലിൽ ഒരു മുരുകനെ കുറിച്ച് 1 2 എന്ന് പറഞ്ഞൊക്കെ എന്തോ ചൊല്ലുന്നുണ്ട്. അത് എന്താ ഗതികേടാണെന്നറിയോ? എല്ലാവർക്കും തങ്കമയിലേറും തങ്കവടിവേലും മതി. ഇതിൻ്റെ പ്രശ്നം, ഇത് കേൾക്കാൻ ആദ്യം ഒരു സുഖം വരും, ആഘോഷങ്ങൾക്ക് ആകാം, പക്ഷേ അത് വെറും താൽക്കാലികമാണ്. സ്ഥായിയായ മാറ്റത്തിന് മന്ത്രത്തെ ഉപയോഗിക്കണമെങ്കിൽ അത് പരമ്പരാഗതമായി നമുക്ക് പറഞ്ഞു തന്ന ഗുരുക്കന്മാരുടെ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത, അതിനൊരു ഋഷി ഉണ്ടാകും, ഒരു ദേവത ഉണ്ടാകും, ഒരു ഛന്ദസ് ഉണ്ടാകും. കാരണം ഈ ഋഷി എന്ന് പറഞ്ഞാൽ ആ ശബ്ദ തരംഗങ്ങളെ, സൂക്ഷ്മ തരംഗത്തെ ഇദ്ദേഹത്തിൻ്റെ ആ അന്വേഷണ ബുദ്ധിയിൽ കണ്ടെത്തിയതാണ്. അദ്ദേഹം ഒരു സ്പിരിച്വൽ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ആ ഒരു അൾട്രാസൗണ്ട് ഇത് അദ്ദേഹം കേട്ടിട്ട് അതിനെ പിന്നെ പ്രത്യേക മാർഗങ്ങളിലൂടെ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് അതിനൊരു തരംഗമാക്കി ഓഡിബിൾ സൗണ്ടാക്കിയത്. ആ ടെക്നിക്കാണ് ഛന്ദസ്. അതിനൊരു പ്രത്യേക താളക്രമമുണ്ട്. അപ്പോൾ ആ താളക്രമത്തിൽ ഈ ശബ്ദ തരംഗത്തെ നാം ശ്രവിക്കാനും മനനം ചെയ്യാനും തുടങ്ങിയാൽ നമ്മളൊരു ട്രാൻസിസ്റ്റർ റേഡിയോ പോലെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, പക്ഷേ ഇവിടെ ഒരു റേഡിയോ കൊണ്ടുവച്ചിട്ടൊന്ന് ട്യൂൺ ചെയ്ത് നോക്കിയേ. അപ്പോൾ ആലപ്പുഴയോ ട്രിവാൻഡ്രമോ ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ എന്നുള്ള സംഭവം ഇത് ക്ലിക്കാവും. FM റേഡിയോ ഒക്കെ ഇല്ലേ? ഇതുപോലെ നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു മന്ത്രത്തിലൂടെ മറ്റ് ചിന്തകളെയൊക്കെ ത്രാണനം ചെയ്ത് ട്യൂൺ ചെയ്ത് വന്നാൽ പ്രകൃതിയിൽ നിൽക്കുന്ന ഈ സൂക്ഷ്മശക്തികളുമായിട്ട് നമ്മൾ കണക്റ്റ് ആവും. അപ്പോൾ ചില കാര്യങ്ങൾ ദർശനമാണ്.
അതായത് ഋഷി ദേവത. ഇപ്പോൾ താങ്കളുടെ പേര് രോഹിത്. ആരെങ്കിലും രോഹിത്തെ എന്ന് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യും. ആ രോഹിത് എന്ന് പറയുന്ന ശബ്ദ തരംഗങ്ങൾക്ക് പ്രതികരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. ഇതുപോലെ ഇപ്പോൾ പഞ്ചാക്ഷരി ഞാൻ വേണ്ട രീതിയിൽ ട്യൂൺ ചെയ്ത് വരുമ്പോൾ പഞ്ചഭൂത തന്മാത്രകൾ എന്നോട് സംവദിക്കാൻ തുടങ്ങും. ഞാൻ ട്യൂൺഡ് ആകും. അപ്പോൾ ഒരു കോസ്മിക് ബീയിങ് എനിക്ക് ദർശനമാകും, അനുഭവമാകും. അതാണ് ദേവത. അത് കണ്ടെത്തിയ ഋഷി ആണ് അതിൻ്റെ, സയൻറ്റിസ്റ്റാണ് അതിൻ്റെ ഋഷി. അത് പ്രാക്ടീസ് ചെയ്യേണ്ട റിതമാണ് ഛന്ദസ്. അപ്പോൾ ഇത് വളരെ അൾട്രാ മോഡേൺ സയൻസാണത്. പക്ഷേ എന്ത് ചെയ്യാം, അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ എവിടൊക്കെയോ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് അവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള മൂർത്തിയുടെ ഒരു മന്ത്രം ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ചൊന്നാൽ, ഒന്ന് മനസ്സിലുരുവിടാനോ ഉറക്കെ പറഞ്ഞാൽ എല്ലാം തികഞ്ഞു, ഞാൻ പരമഭക്തനാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ ശാസ്ത്രീയത മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. യെസ്. അതുമല്ല, ഈ അമ്പലത്തിൽ പോകുന്നത് സത്യത്തിൽ എത്ര പേര് സ്വന്തം ഒരു ആത്മീയ പുരോഗതിക്ക് വേണ്ടി അമ്പലത്തിൽ പോകാറുണ്ട്? സാമ്പത്തിക പുരോഗതിക്കും ആരോഗ്യ പുരോഗതിക്കും ദാമ്പത്യ പുരോഗതിക്കും കുടുംബക്ഷേമത്തിനും വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് 99%. അതുമായിക്കോട്ടെ, എങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായൊരു വികാസം എന്ന് സങ്കല്പിക്കാം. എന്നാൽ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു, ഇതെല്ലാം ചെയ്യുന്നു എന്ന് 10 പേരെ കാണിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത എത്ര പേരുണ്ട്? ആരും ഉണ്ടാവില്ല. ഇവിടെയാണ് പ്രശ്നം. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയും, വെള്ളിയാഴ്ച ദിവസം എവിടെയാണെങ്കിലും ഞാൻ കേരളം വിട്ടു പോകില്ല. അത് ഇന്ന ക്ഷേത്രത്തിൽ എനിക്ക് പോകണം. ഞങ്ങൾക്കൊരു ദുബായിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പാസ്പോർട്ട് ഇഷ്യൂ കാരണം എനിക്ക് പാസ്പോർട്ട് കിട്ടിയില്ല. അപ്പം എൻ്റെ പ്രതിനിധിയായിട്ട് രോഹിത്താണ്. ഇവർ പോവാണ്. അപ്പോൾ ഇവർക്ക് വെള്ളിയാഴ്ച ടിക്കറ്റ്, വ്യാഴാഴ്ച അവൻ പറഞ്ഞു പോവില്ല, നമുക്ക് ശനിയാഴ്ച പോയാൽ മതി, ടിക്കറ്റ് ഞാൻ എടുത്തോളാം, എൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് അത് ക്ഷേത്രത്തിലാണ് പോകും. ഇതേ ആൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് 6 ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി പോകും. എനിക്ക് തോന്നുന്നൊരു മാസം 2.5 ലക്ഷം രൂപ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രം പുള്ളി മാറ്റി വെക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിലോ കയ്യിലോ ഒന്നും ഒരു ഈ ചന്ദനമോ, ഇപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ പോലും വണ്ടിയിൽ ചന്ദനം ഉണ്ടാവും, എടുത്തിട്ടിട്ട് രാവിലെ ഓഫീസിലേക്ക് പോകുന്ന ഒരാളാണ്. എൻ്റെ ഓഫീസ് നമുക്കൊരു പോസിറ്റിവിറ്റി തരാൻ വേണ്ടി ഒരു സംവിധാനം നമ്മളോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റു ചില ആളുകളുണ്ട്, ഇപ്പം ഇതൊരു ഷോയുടെ ഭാഗം, ഇല്ലെങ്കിൽ ഇത് പറയണ്ടല്ലോ, നമ്മളോട് പറയണ്ട, അടുത്ത വൃത്തങ്ങളിൽ പോലും പറയണ്ട. മറ്റു ചില ആളുകളുണ്ട്, വലിയ ബിസിനസ്സൊക്കെ ചെയ്തു വന്നിട്ട് 1.5 കോടിയും 2 കോടിയൊക്കെ മുടക്കി വലിയ സംഭവമൊക്കെ ചെയ്തിട്ട് 10 കോടി രൂപയ്ക്ക് എൻ്റെ പ്രൊമോഷൻ ചെയ്യും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ശരി, തെറ്റല്ലത്, വ്യാപാരമല്ലേ, ആയിക്കോട്ടെ. അവിടെ നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തെയും അതിൻ്റെ ആശയത്തെയും ആത്മീയമായ ആശയത്തെയും വേർതിരിച്ചറിയാനുള്ള കഴിവ് നമ്മളിൽ വളർത്തുകയാണ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാരത പൈതൃകം വിമർശിക്കാം, പക്ഷേ അത് വിരോധിക്കാനുള്ളതേ അല്ല. കാരണം നാം വിമർശിക്കുന്ന ആ വസ്തുവും അല്ലെങ്കിൽ ആ വ്യക്തിയും സൃഷ്ടിക്കപ്പെട്ടത് നാം ആരാധിക്കുന്ന ഈശ്വരനാൽ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് തന്നെയാണ്, എൻ്റെ തന്നെ ഊർജ്ജമാണ് അതായി പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറയുന്നതിൽ ഓരോ ആശയവും ഇത് കേൾക്കുന്നവനോ അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നവനോ പ്രയോജനം ഉണ്ടാകണം. ഇതെല്ലാം ശരിയാണ്, നമുക്ക് വിമർശിക്കാം. നാം വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മയും ആൾക്കാർ വിമർശിക്കുന്നുണ്ടാവും. ആ വിമർശനങ്ങളെല്ലാം എങ്ങോട്ടാണ് ചെല്ലേണ്ടത്? അത് എത്തിപ്പെടേണ്ടത് അവനവൻ്റെ സ്വയം വിമർശനത്തിലേക്കാണ്. സ്വയം വിമർശിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പരിമിതികളെ നമ്മൾ തിരിച്ചറിയും. നമ്മുടെ പരിമിതികളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ പരിമിതികളെ നമുക്ക് ഇല്ലാതാക്കി അപരിമിതമായ അനന്തതയിലേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞു വരും. അപ്പോൾ ഏതും നിരീക്ഷണ ബുദ്ധിയോടുകൂടി കാണുക, കണ്ടിട്ട് ബുദ്ധിക്കപ്പുറത്തിട്ടുള്ള സത്യത്തിലേക്ക് മനസ്സ് വെക്കുക. അവിടെ നമുക്ക് പൂർണ്ണ സംതൃപ്തി, വിജയം ഉണ്ടാവുകയുള്ളൂ.